മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 55-ാമത്തെ ദശകത്തിൽ 9ഉം 10ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 9ാമത്തെ ശ്ലോകം. അധിരുഹ്യതത ഫണിരാജഫണന്നൃതേ ഭവതാ മൃദുപാദരുചാ കളശിഞ്ചിതനൂപുരമഞ്ജുമിളത്കരകങ്കണസങ്കുലസങ്കുണിതം. ഭഗവാൻ എല്ലാവരും നോക്കി ഭയപ്പെട്ടും കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് ഭഗവാനെ കാണാനിട്ട്, ഉണ്ണികൃഷ്ണനെ കാണാൻ എല്ലാവരും തീരത്ത്, യമുനാ തീരത്ത് പേടിച്ച് സ്തബ്ധരായിട്ട് നിൽക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഭഗവാൻ ആ പാമ്പിൻ്റെ പിടി വിടുവിച്ച് പുറത്തേക്ക് അങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. പുറത്തേക്ക് വന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. അധിരുഹ്യ തതഃ അനന്തരം പുറത്തേക്ക് വന്നതിന് ശേഷം ആ പിടിയിൽ നിന്ന് സ്വയം മോചിച്ച് പുറത്തേക്ക് വന്നതിന് ശേഷം തതഃ പിന്നീട് അധിരുഹ്യ കയറിയിട്ട്, രോഹണം ചെയ്യുക, കയറ് എന്നർത്ഥം. അധിരുഹ്യ കയറിയിട്ട്. എവിടെ? ഫണിരാജഫണാൻ, ഫണിരാജൻ്റെ ആ ഫണിരാജാവ്, ഫണി എന്ന് പറഞ്ഞാൽ പാമ്പ്, പാമ്പുകളുടെ രാജാവ്, ആ കാളിയൻ്റെ ശ്രേഷ്ഠനായിട്ടുള്ള രാജാവ് പാമ്പ് എന്നർത്ഥം. അപ്പോൾ ആ ഫണിരാജാവായിട്ടുള്ള കാളിയൻ്റെ ഭണാൻ, ആ ഭണങ്ങൾ ഒന്നല്ല 1000 ഭണങ്ങളാണുള്ളത്. ആ പത്തികളിലേക്ക് അങ്ങോട്ട് കയറി പുറത്തേക്ക് വിടിവിടിച്ച് പുറത്തു വന്നിട്ട് ആ പത്തികളുടെ മുകളിലേക്ക് അങ്ങോട്ട് കയറി എന്നാണ്. അധിരുഹ്യത ഫണിരാജഭണൻ. അനന്തരം ആ ഫണിരാജാവിൻ്റെ കാളിയൻ്റെ ഭണങ്ങളിലേക്ക് കയറിയിട്ട് നനൃതേ ഭവതാ അങ്ങയാൽ നനൃതേ നൃത്തം ചെയ്യപ്പെട്ടു. അങ്ങയാൽ നൃത്തം ചെയ്യപ്പെട്ടു. അത് ഈ കർമ്മണി പ്രയോഗമാണ്, സംസ്കൃതത്തിൽ ധാരാളമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അങ്ങ് നൃത്തം ചെയ്തു എന്നർത്ഥം. അങ്ങയാൽ നൃത്തം ചെയ്യപ്പെട്ടു എന്ന് പറയണം, അങ്ങ് നൃത്തം ചെയ്തു എന്ന് പറയാലും ഒന്നുപോലെയാണ്. അപ്പോൾ ഭവതാ നൃത്തേ, അങ്ങ് നൃത്തം ചെയ്തു. ആ ഫണിരാജൻ്റെ ഭണങ്ങളിൽ കയറിയിട്ട്, പത്തികളിൽ കയറിയിട്ട് അങ്ങ് നൃത്തം ചെയ്തു. നൃത്തേ ഭവതാ. എങ്ങനെയാണ്? മൃദുപാദരുചാ ഭവതാ. ഭവതാ എന്നുള്ള എൻ്റെ വിശേഷണമാണ്. മൃദുപാദരുച, മൃദുവായിട്ടുള്ള, വളരെ മാർദ്ദവമുള്ളതായിട്ടുള്ള പാദങ്ങളുടെ രുചിയോടുകൂടിയ, ശോഭയോടുകൂടിയ അങ്ങയാൽ നൃത്തം ചെയ്യപ്പെട്ടു. വളരെ മാർദ്ദവമുള്ള ആ പാദങ്ങളുടെ ശോഭയോടുകൂടി അങ്ങ് ആ ഫണിരാജാവിൻ്റെ ഭണങ്ങളിൽ കയറി നൃത്തം ചെയ്തു എന്നർത്ഥം. നൃത്തേ ഭവതാ മൃദുപാദരുച. ഇനി എങ്ങനെയാണ്? കളശിഞ്ചിത നൂപുര മഞ്ജുമിളത്കരകങ്കണ സങ്കുല സങ്കുണിതം. ഒറ്റപ്പദാണ്, സമസ്തപദാണ്. അത് ആ നൃത്തം ചെയ്യുന്നതിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നൃത്തം ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. കളശിഞ്ചിതം, കളമായിട്ട് മധുരമായിട്ടുള്ള ആ ശിഞ്ചിതം, ചിഞ്ചാരവം, ഇതിൻ്റെ തളയുടെ കിലുക്കം, ആ കിലുക്കത്തോടു കൂടി കളശിഞ്ചിത, കളമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ശിഞ്ചിതത്തോടു കൂടിയ നൂപുരം, ആ നൂപുരത്തിൻ്റെ ശബ്ദം, നൂപുര മഞ്ജു മിളത്ത്, അതിനോടുകൂടി മഞ്ജുവായിട്ട് മനോഹരമായി മിളത്ത് ചേർന്നിരിക്കുന്നതായിട്ടുള്ള മഞ്ജുമിളത്ത് കരകങ്കണ സങ്കുല സങ്കുണിതം. കരകങ്കണങ്ങൾ, കയ്യിൽ ഉള്ളതായിട്ടുള്ള വളകൾ, ആ വളകളുടെ ശബ്ദമുണ്ട് ഇതിനോട് ചേർന്നിട്ട്. തളകളുടെ ശബ്ദം അതിനോട് ചേർന്ന് വളകളുടെ ശബ്ദവും. കരകങ്കണ സങ്കുല സങ്കുണിതം, അതിനോട് ചേർന്ന് സങ്കുലമായിട്ട് അതിനോട് ചേർന്നുള്ള ശബ്ദത്തോടുകൂടി, അതായത് മനോഹരമായിട്ടുള്ള ശബ്ദത്തോടുകൂടി ആ കാലിലെ തളകൾ കിലുങ്ങുന്നുണ്ട്. ഒപ്പം കൈ കൊട്ടി ചിരിച്ചും കൊണ്ടാണ് നൃത്തം ചെയ്യണത്. അപ്പോൾ ആ കയ്യിലുള്ളതായിട്ടുള്ള വളകളുടെ ശബ്ദം രണ്ടും കൂടി ചേർന്ന് അതിമനോഹരമായിട്ടുള്ള ശബ്ദത്തോടുകൂടി അങ്ങ് ആ കാളിയൻ്റെ പത്തികളിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി എന്നാണ്. അധിരുഹ്യത അനന്തരം അധിരുഹ്യ കയറിയിട്ട്. എവിടെ? ഫണിരാജഭണൻ, ഫണിരാജൻ്റെ കാളിയൻ്റെ ഭണങ്ങളിൽ കയറിയിട്ട്
നൃതേ ഭവത അങ്ങയാൽ നൃത്തം ചെയ്യപ്പെട്ടു. മൃദുപാദരുച ഭവത ഭവത എന്നുള്ളതിൻ്റെ വിശേഷമാണ്. ഭവാനാൽ അങ്ങയാൽ നൃത്തം ചെയ്യപ്പെട്ടു, അങ്ങ് നൃത്തം ചെയ്തു. എങ്ങനെ? മൃദുപാദരുച മാർദ്ദവമുള്ള വളരെയധികം മാർദ്ദവമുള്ളതായിട്ടുള്ള ആ പാദശോഭകളോടുകൂടിയ അങ്ങയാൽ നൃത്തം ചെയ്യപ്പെട്ടു എന്ന്. ആ നൃത്തം ചെയ്യുമ്പോഴുള്ളതായിട്ടുള്ള ശബ്ദത്തിനെ, മധുരമായിട്ടുള്ള ശബ്ദത്തിനെയാണ് ഇനി രണ്ട് വരികളിലായിട്ട് പറയുന്നത്. കളസിഞ്ചിത നൂപുര, കളമായി മനോഹരമായി സിഞ്ചിതമായിരിക്കുന്ന സിഞ്ചാരവം മുഴക്കിയിരുന്നതായ നൂപുരങ്ങൾ, ആ തളകൾ, ആ തളകളുടെ മഞ്ജുമിള, തളകളുടെ ശബ്ദത്തോട് മനോഹരമായി ചേർന്നിരിക്കുന്നതായ, മഞ്ജുമിള ചേർന്നിരിക്കുന്നതായ കരകങ്കണം, കരങ്ങളിലെ കങ്കണങ്ങളെ, വളകൾ, ആ വളകളുടെ കരകങ്കണ സങ്കുല സങ്കുണിതം, അതിനോട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള മനോഹരമായ ശബ്ദത്തോടുകൂടി അങ്ങ് നൃത്തം ചെയ്തു. സങ്കുണിതം നിശ്ചിതമായിട്ടുള്ള കുണിതം ശബ്ദം, ആ സങ്കുലമായിട്ടുള്ള സങ്കുണിതത്തോടുകൂടി, സങ്കുലിതമായ ചേർന്നിരിക്കുന്നതായ ശബ്ദത്തോടുകൂടി തളകളുടെ ശബ്ദവും വളകളുടെ ശബ്ദവും ചേർന്ന് അതിമനോഹരമായിട്ടുള്ളൊരു ശബ്ദത്തെ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങ് നൃത്തം ചെയ്തു എന്ന് അർത്ഥം. അടുത്ത ശ്ലോകം. ജഹൃഷു പശുപാസ്തുഷു മുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാ ത്വയി നൃത്യതി മാരുതഗേഹവതേ പരിപാഹി സമം ത്വമദന്തഗദൽ. ജഹൃഷു പശുപാ, പശുപന്മാർ, അതായത് ഇടയന്മാർ, ഗോപാലന്മാർ, ആ ഗോപാലന്മാരൊക്കെ ജഹൃഷുഹു സന്തോഷിച്ചു. അങ്ങ് ഈ പിടിയിൽ നിന്ന്, പാമ്പിൻ്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നൃത്തം ചെയ്യണ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ജഹൃഷു പശുപാഹ, പശുപന്മാർ, ആ ഗോപാലന്മാരെല്ലാം സന്തോഷിച്ചു. തുതുഷുർ മുനയഹ, അവിടെ പദം മുറിക്കുമ്പോൾ ജഹൃഷുഹു പശുപാഹ തുതുഷുഹു മുനയഹ, തുതുഷുഹു മുനയഹ, മുനയഹ മഹർഷിമാർ, ആകാശഗാമികളായിട്ടുള്ള മഹർഷിമാരൊക്കെ തുതുഷുഹു സന്തോഷിച്ചു. ഗോപന്മാർ അവർ സന്തുഷ്ടരായി. ദേവന്മാർ അവരും സന്തോഷിച്ചു. മഹർഷിമാരും സന്തോഷിച്ചു. പിന്നെ വൗഷു കുസുമാനി സുരേന്ദ്രഗണാ, സുരേന്ദ്രഗണങ്ങൾ, സുരേന്ദ്രന്മാർ, ദേവശ്രേഷ്ഠന്മാർ, ആ ദേവശ്രേഷ്ഠന്മാരുടെ സമൂഹം, ദേവസമൂഹമൊക്കെ വവൃഷുഹു കുസുമാനി പുഷ്പവൃഷ്ടി ചെയ്തു, പുഷ്പങ്ങളെ വർഷിച്ചു. വവൃഷുഹു വർഷിച്ചു, കുസുമാനി കുസുമങ്ങളെ വർഷിച്ചു. അവർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി തുടങ്ങി എന്നാണ്. ത്വയി നൃത്യതി, എപ്പോഴാണ് അതൊക്കെ ഉണ്ടായത്? ത്വയി നൃത്യതി, അങ്ങ് നൃത്തം ചെയ്യുന്നതായ അവസരത്തിൽ, അങ്ങ് നൃത്തം ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടായി എന്നാണ്. ത്വയി നൃത്യതി മാരുതഗേഹത്തെ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടായി. പശുപാഹ ജഹൃഷു, പശുപന്മാർ, ഗോപാലന്മാർ സന്തോഷിച്ചു. തുതുഷുഹു മുനേഹ, മഹർഷിമാരൊക്കെ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് സന്തോഷിച്ചു. അവർക്കും സന്തോഷമുണ്ടായി. തോഷം തുതുഷുഹു സന്തോഷിച്ചു, അവരും സന്തോഷിച്ചു. പിന്നെ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാഹ, സുരേന്ദ്രഗണങ്ങൾ, ദേവസമൂഹങ്ങൾ, അവർ കുസുമാനി വവൃഷുഹു കുസുമങ്ങളെ വർഷിച്ചു. ഇങ്ങനെ അങ്ങ് നൃത്തം ചെയ്യുന്നതായ ത്വയി നൃത്യതി സതി, അങ്ങ് നൃത്തം ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ ഇതൊക്കെ ഉണ്ടായി എന്ന് പറയുകയാണ്. പരിപാഹി സമം ത്വമദന്തഗജാത്, അല്ലയോ അപ്രകാരമുള്ള ഭഗവൻ, സഹ ത്വം അപ്രകാരമുള്ള അങ്ങ്, മാം പരിപാഹി എന്നെ രക്ഷിച്ചാലും, പരിപാഹി രക്ഷിച്ചാലും, എന്തിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്? ത്വം അദാന്തഗതാത്, ദാന്തം അല്ലാത്തതായിട്ടുള്ള ഗതത്തിൽ നിന്ന്, ശമനമില്ലാത്തതായിട്ടുള്ള ഈ രോഗത്തിൽ നിന്നും, അദാന്തഗതാത്, ഗതം രോഗം, അദാന്തമായിട്ടുള്ള ശമനമില്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എൻ്റെ ഈ വാതരോഗത്തിൽ നിന്നും എന്നെ രക്ഷിച്ചാലും എന്ന് ഭഗവാനോടുള്ളതായ പ്രാർത്ഥനയോടുകൂടി ആ ദശകം അവസാനിക്കുകയാണ്. ഒന്നും കൂടി ചെല്ലാം. അധിരുഹ്യത ഫണിരാജഭണൻ നൃത്തേ ഭവതാ മൃദുപാദരുച
കളസിഞ്ചിത നൂപുരമഞ്ജുമിളക്കരകങ്കണ സങ്കുല സങ്കുണിതം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഫണിരാജഭണങ്ങളുമേറി ഭവൻ മൃദുനൂപുരശിഞ്ചിതനാദമോടും കരകങ്കണ സുന്ദര ശബ്ദമോടും ഇരുപാദമതാൽ മൃദുനർത്തനമായി. ജഹർഷു പശുപാസ്തുതുഷു മുനയോ പവർഷു കുസുമാനി സുരേന്ദ്രഗണാ. നൃത്യതി മാരുതഗേഹപതേ പരിപാഹി സമം ത്വമദന്തഗദാത്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. സ്തുതി ചെയ്തു ഭവദ്നടനം മുനിമാർ നറുപൂമഴ പെയ്തിതു ദേവഗണം അതിതുഷ്ടരുമായഥ ഗോപഗണം ഗുരുവായൂപുരേശ്വര കാക്കുക നീ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.